പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുള്ള നല്ലൊരു സ്നാക്കാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനെടുത്ത ഈ ഒരു അളവിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പാകമായിരുന്നു. അപ്പോൾ നിങ്ങൾ കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂട്ടിയെടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ആ ഒരു പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. ആ രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയും പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ റവയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. മുഴുവനായിട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ടാണ് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ചിട്ട് റവ ചിലപ്പോൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ കുറവായിട്ടൊക്കെ വരും. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ തന്നെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 4 ടേബിൾ സ്പൂണോളം റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഈ ഒരു രീതിക്കാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. മുട്ടയും റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എണ്ണയിലേക്ക്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു ഭാഗമായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം നമുക്കിതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും ഈ ഒരു കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.